റസൂലുള്ളാഹിയെക്കുറിച്ച് കേട്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായി തോന്നിയൊരു വിശേഷണം ബൂസീരി ഇമാമിൻ്റെതാണ്. നമ്മളൊക്കെ പല ഈണത്തിൽ കേട്ടിട്ടുള്ള പാടുന്ന ബുർദയുടെ രചയിതാവാണ് ഇമാം ഷറഫുദ്ദീൻ അൽ ബൂസീരി തങ്ങൾ. 160ഓളം വരികളുള്ള ബുർദ രചിച്ച് അവസാനമായി അദ്ദേഹം പ്രവാചകരെക്കുറിച്ച് വിശേഷിപ്പിച്ച ഒരു സംഗതിയാണ് ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു. ഇനി എനിക്ക് പ്രവാചകരെക്കുറിച്ച് പറയാൻ അറിയുന്ന ഏക കാര്യം അന്നഹു ബഷറു, നബി ഒരു മനുഷ്യനാണ്. എന്തുകൊണ്ടായിരിക്കാം പ്രവാചകരെ ഒരു മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുർദക്ക് വിരാമമിട്ടത്? ഏതു മേഖലയിലും തങ്ങളിൽ നമുക്ക് ഉദാത്തമായ മാതൃക കാണാൻ കഴിയും. റസൂലുള്ളാഹിയെ ഒരു പിതാവായി സങ്കല്പിച്ചു നോക്കൂ. പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നൊരു കാലത്തേക്ക് കടന്നു വന്ന് പൊന്നുമോൾ ഫാത്തിമയെ മാറോട് ചേർത്ത് പിടിച്ച് ഇതെൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് പഠിപ്പിച്ച ഒരു പിതാവിനെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ആ പിതാവ് ലോകത്തോട് വിട പറയാനിരിക്കുമ്പോൾ, രോഗശയ്യയിൽ കിടക്കുമ്പോൾ അടുത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന പൊന്നുമോളെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട്, മോളെ സങ്കടപ്പെടണ്ട, ഉപ്പ ഇവിടെ നിന്ന് പോയാൽ ഉപ്പയുടെ പിന്നാലെ ആദ്യം വരുന്നത് മോളായിരിക്കും എന്ന് പറഞ്ഞ് മോളെ ആശ്വസിപ്പിക്കുന്ന പിതാവ്. അത് കേട്ട് സന്തോഷത്തോടെ ആനന്ദക്കണ്ണീർ പൊഴിച്ച് ഉപ്പയെ ചേർത്ത് പിടിക്കുന്ന മകൾ. ആ ഉപ്പയുടെയും മകളുടെയും സ്നേഹം ചരിത്രത്തിൽ കോറിവെക്കപ്പെട്ടതാണ്. ഒരു ഭർത്താവായി റസൂലുള്ളാഹിയെ വായിച്ചു നോക്കൂ. പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ സങ്കടം മാഞ്ഞു പോയിട്ടില്ലായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഖദീജയേക്കാൾ പ്രിയങ്കരമായതൊന്നും അള്ളാഹു എനിക്ക് നൽകിയിട്ടില്ല എന്ന്. നല്ലൊരു ഭർത്താവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് വായിക്കാം. ഒരു കൂട്ടുകാരനായി റസൂലുള്ളാഹിയെ സമീപിച്ചു നോക്കൂ. നമുക്കറിയാം റസൂലുള്ളാഹിയുടെ ഇഷ്ടത്തോഴനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മരിദൽ ഹബീബു ഫസുർതുഹു ഫമരിൽതു മിൻ നളരി ഇലൈഹി ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നളരി ഇലൈഹി. റസൂലുള്ളാഹിക്ക് രോഗം ബാധിച്ചു. ഞാൻ റസൂലുള്ളാഹിയെ കാണാൻ പോയി. റസൂലുള്ള കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി, എനിക്കും അസുഖമായി, ഞാൻ കിടപ്പിലായി. എന്നെ കണ്ടപ്പോൾ റസൂലുള്ളാഹിയുടെ രോഗം മാറി. റസൂലുള്ള എന്നെ കാണാൻ വന്നു. റസൂലുള്ളാഹിയെ കണ്ടപ്പോൾ എൻ്റെ അസുഖവും ഭേദമായി. ചരിത്രത്തിൽ ഇടം പിടിച്ച രണ്ട് ഉറ്റ സുഹൃത്തുക്കളുടെ കഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നല്ലൊരു കൂട്ടുകാരനായി നമുക്ക് വായിക്കാം. അതുപോലെ മാനുഷിക ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ഉത്തമമായ മാതൃക റസൂലുള്ളാഹി വരച്ചു കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന.